സുഗതൻ മേനോന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. അപ്പൊ അതിന്റെ റിസൾട്ട് വരുമ്പോ അവന്തികയുടെ വീട്ടില് ഭൂകമ്പം ഉണ്ടാവുമല്ലോ. ഇത്രയും നാൾ നെളിച്ചനെ അവന്തിക ഒറ്റ അടിക്ക് അനുഭവിക്കാൻ പോകുന്നു. വാളെ ഇരിക്കെ. അളിയൻ വലിയ സന്തോഷത്തിലാണല്ലോ. പുതിയ കോള് വല്ലതും കിട്ടിയോ? കോൾ എനിക്കല്ല, അളിയനാ കിട്ടാൻ പോകുന്നത്. അളിയന് പിടിപ്പത് പണി വരുന്നുണ്ട്. എന്ത് ജോലി? അത് സസ്പെൻസ്. 2 ദിവസത്തിനുള്ളിൽ പറയാം. അമ്മ ഇന്നെന്നെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്നേ. അച്ഛൻ എന്താ വരാത്തെ? അച്ഛന് കുറച്ച് ജോലി തിരക്കായി പോയി. അമ്മ വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ സച്ചങ്ങളിലൂടെ വന്നേനെ. അങ്കിൾ എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞതാ. അങ്കിളിനോട് കാറിൽ കയറാൻ പോയപ്പോഴാ അമ്മ വന്നെന്നെ കൊണ്ടുവന്നത്. അമ്മയും വരണ്ടായിരുന്നു. സച്ചങ്ങളിലൂടെ കാറിൽ അടിച്ചു പൊളിച്ചു വരാൻ നല്ല രസവാ. അല്ല, താനിന്ന് സച്ചിയെ കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു. മോളെ വിളിക്കാൻ ഞാൻ സ്കൂളിൽ ചെന്നപ്പോ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് അയാളും വന്നിരുന്നു. ഓ, പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അയാൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ഞാൻ മോളെ വിളിച്ചോണ്ടിങ്ങ് പോന്നു. അച്ഛാ, ഒരു കോമഡി ഉണ്ടായി. എന്തു കോമഡി? സച്ചിങ്ങളെ അമ്മ അർച്ചനയെന്ന് വിളിച്ചു. മോളെ, അത് അയാൾ ആരുടെയെങ്കിലും പേര് മാറ്റി വിളിച്ചതായിരിക്കും. നമ്മൾ ചിലരെയൊക്കെ വിളിക്കുമ്പോ പേര് വിളിക്കുമ്പോ തെറ്റിപ്പോവില്ലേ? അതുപോലെ പറ്റിയതായിരിക്കും. മോളിങ് വാ, മുറി പോയി ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കുക. അപ്പോഴേക്കും അച്ഛൻ റെഡിയായിട്ട് വരട്ടെ. അല്ല അച്ഛാ, സച്ചിങ്ങളും അച്ഛനും തമ്മില് എന്തിനാ വഴക്ക്? അത് വഴക്കോ? എന്ത് വഴക്ക്? അത് പിന്നെ അന്ന് അങ്കിളിന് സുഖമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിപ്പോയതാ. മോളിങ് വന്നേ, നമുക്ക് പോവാം. വാ. കുട്ടികളുടെ നാവിൽ കള്ളമില്ലല്ലോ, ഒളിച്ചു വയ്ക്കാനും അവർക്കറിയില്ല. അതുകൊണ്ട് കേട്ടതും കണ്ടതും ഗൗരി മോള് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കൊരു സമാധാനമില്ല രാജീവേ. എന്തോ വലിയൊരു ദുരന്തം വരാൻ എനിക്കുന്ന പോലെ തോന്നുക. സമൃദ്ധയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. അവൾ സച്ചിയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ദിവസം എന്റെ മോളെ ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? എങ്ങനെ ആശ്വസിപ്പിക്കും? എനിക്കറിയില്ല രാജീവേ.